ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ ഒളിച്ചുകളി എന്ന പാഠഭാഗമാണ്. ഇതിനു മുമ്പുള്ള പാഠഭാഗങ്ങൾ, അതായത് കാക്കിരി പൂക്കിരി എന്ന കവിത, വാമൊഴി ചന്തം, പഴഞ്ചൊൽ പെരുമ ഇവ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമായ 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടും. എന്നാൽ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്താൻ രസകരമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത? കണ്ടെത്തൂ. നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. ഇത് ആരെക്കുറിച്ചാണ് ഈ കവിത എന്ന് ഈ കവിത വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയണേ. അടിയിൽ എഴുതി നോക്കൂ, കുമാരനാശാൻ പുഷ്പവാടി. അതായത് ഇത് കുമാരനാശാൻ എഴുതിയ കവിതയാണ്. പുഷ്പവാടി എന്ന കൃതിയിലേതാണ് ഈ കവിത? നമുക്കൊന്ന് വായിച്ചു നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി, വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്രരൂപനാരിവൻ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാരെക്കുറിച്ചാണ് ഈ കവിത എന്ന് മനസ്സിലായോ? ഇല്ലല്ലേ? കാരണം എന്താണ്? നിങ്ങൾക്കറിയാത്ത കുറേ വാക്കുകൾ ഈ കവിതയിലുണ്ട്. നമുക്ക് കവിത ഒന്നുകൂടി വിശദമായി നോക്കാം. ഓരോ വരിയും എടുത്ത് ആശയം കണ്ടെത്താം. തളിർത്തുലഞ്ഞു നിന്നിടും. തളിർത്തുലഞ്ഞു നിൽക്കുക, തളിർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളിൽ പുതിയ ഇലകൾ വരുന്നതിനെയാണ് നമ്മൾ തളിർക്കുക എന്ന് പറയുന്നത്. തളിർത്തു ഉലഞ്ഞു നിന്നിടും, ഉലയുക. ഉലയുക എന്ന് വെച്ചാൽ കാറ്റിൽ മരക്കൊമ്പുകൾ ഇങ്ങനെ ആടിക്കളിക്കില്ലേ, അത്. അപ്പോൾ എന്താണ്? പുതിയ പുതിയ ഇലകൾ വന്ന് തളിരിട്ട് കാറ്റിൽ ആടി ആടി നിൽക്കുന്ന. ഇനി 2ാമത്തെ വരി നോക്കാം. തരുക്കൾ തൻ്റെ ശാഖയിൽ. തരു പറഞ്ഞാൽ മരം, തരുക്കൾ മരങ്ങൾ, ശാഖ മരത്തിൻ്റെ ശാഖ, അതായത് മരത്തിൻ്റെ കൊമ്പ്, ചില്ല എന്നൊക്കെ പറയും. തരുക്കൾ തൻ്റെ ശാഖയിൽ, മരങ്ങളുടെ കൊമ്പിൽ, കൊളുത്തി നീണ്ട നൂലുരശ്മി. എങ്ങനെയുള്ള നൂലാണ്? രശ്മി പോലെയുള്ള നൂല്, സൂര്യരശ്മി പോലെയുള്ള നൂല്. കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും, 4 ഭാഗത്തേക്കും ഇതിൽ നിന്ന് നൂലുകൾ കൊളുത്തിയിട്ടുണ്ട്. കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി. എന്താണ്? കുളത്തിനുള്ളിൽ കാണുന്ന അർക്കബിംബം. അർക്കൻ സൂര്യൻ, ബിംബം രൂപം, സൂര്യൻ്റെ രൂപം പോലെ. കുളത്തിനുള്ളിൽ കാണുന്ന സൂര്യൻ്റെ രൂപം പോലെ. കാറ്റിലീ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്രരൂപനാരിവൻ. കാറ്റത്ത് വെളുത്ത നൂലുകൊണ്ട് വല കെട്ടിയ, കണ്ണി വെച്ചെഴും വല കെട്ടിയ അത്ഭുതകരമായ രൂപമുള്ളവൻ ആരാണിവൻ? എന്താണ്? മരത്തിൻ്റെ കൊമ്പിൽ വെളുത്ത നൂലുകൊണ്ട് വല കെട്ടി അവിടെ ഇരിക്കുന്ന അതിശയകരമായ രൂപമുള്ളവൻ ആരാണ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? വല കെട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് മനസ്സിലായി അല്ലേ? വല കെട്ടുന്നത് ആരാ? എട്ടുകാലി. എട്ടുകാലിയുടെ വല നിങ്ങൾ കണ്ടിട്ടില്ലേ? 4 ഭാഗത്തേക്കും വലിച്ചു കെട്ടി നല്ല വെളുവെളുത്ത നൂലുകൊണ്ട്, വട്ടത്തിലും ഉണ്ടായിരിക്കും നീളത്തിലും ഉണ്ടായിരിക്കും നൂല് അല്ലേ? ഈ കവിതയുടെ ആശയം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കവിതയുടെ ആശയം നമുക്ക് ഇങ്ങനെ എഴുതാം. തളിരിട്ട് ആടിയാടി നിൽക്കുന്ന മരക്കൊമ്പ്, അതിൽ രശ്മി പോലെ 4 ഭാഗത്തേക്കും നീണ്ട നൂല് കൊളുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യബിംബം പോലെ തോന്നുന്നു.
കാറ്റത്താടുന്ന വെളുത്ത വലയിലാണ് ഇരിക്കുന്നത്. അതിശയകരമായ ഈ രൂപമുള്ളവൻ ആരാണ്? അപ്പം നിങ്ങൾക്കത് മനസ്സിലായി, അത് എട്ടുകാലിയാണ് അല്ലേ? ഇപ്പം നമ്മൾ കുമാരനാശാൻ എഴുതിയ കവിതയാണ് ഇത് എന്ന് മനസ്സിലാക്കി. ഈ കവിതയുടെ പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണ്. ഇത് പുഷ്പവാടി എന്ന കൃതിയിലേതാണ്. മനസ്സിലായോ? കവിത താളത്തിൽ ചൊല്ലി നോക്കൂ. ചൊല്ലൂ. എങ്ങനെയാണ് കവിത താളത്തിൽ ചൊല്ലേണ്ടത്? ഇതിനൊരു താളം നമ്മുടെ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് തക്കിട്ട 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 അങ്ങനെയാണ്. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്ര രൂപനാരിവൻ. ഇതുപോലെ താളത്തിൽ നിങ്ങളും ഈ കവിത ചൊല്ലി നോക്കുക. ഇനി ഈ പ്രവർത്തനം ചെയ്യൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ, എന്താ അടുത്ത പ്രവർത്തനം? താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. നിങ്ങളുടെ ക്ലാസ്സിൽ നിഘണ്ടു കാണിച്ചിട്ടുണ്ടാവും, കാണിക്കും. ഇത് വരാൻ പോകുന്ന ആൾക്ക് കാണിക്കും. അപ്പോൾ ഈ വാക്കുകൾ അതിൽ നോക്കി എങ്ങനെ കണ്ടെത്തണം എന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം മാത്രം നോക്കാം. വാക്കുകളുടെ അർത്ഥം: തളിർത്ത്, പുതിയ ഇലകൾ വന്ന്, ഉലഞ്ഞ്, കാറ്റിൽ ആടി, തരുക്കൾ, മരങ്ങൾ, ശാഖ, കൊമ്പ്, രശ്മി, വെളിച്ചം, അർക്കൻ, സൂര്യൻ, ബിംബം, രൂപം, വിചിത്രം, അത്ഭുതകരമായ, വിചിത്രരൂപൻ, അതിശയകരമായ രൂപമുള്ളവൻ. മനസ്സിലായല്ലോ? അടുത്ത പ്രവർത്തനം നോക്കൂ. കവിതയ്ക്ക് എന്ത് പേരിടും? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കുറച്ച് കവിതയുടെ ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് വേറൊരു പേരിടുകയാണ്. എന്ത് പേരിടും? കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ. കുമാരനാശാൻ ഈ കവിതയ്ക്ക് കൊടുത്ത പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണല്ലോ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരെന്താണ്? എട്ടുകാലിയുടെ വലയെക്കുറിച്ചിട്ടും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും ഒക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ? എട്ടുകാലി എന്തിനാണ് ഈ വല കെട്ടുന്നത്? അതിന് ഇര പിടിക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ അത് വെച്ച് ഞാൻ ഇടുന്ന ഒരു പേരാണ് ആളെ കുടുക്കും വമ്പൻ. എട്ടുകാലിയുടെ വലയിൽ തൊട്ടാൽ തന്നെ അതിൽ ഒട്ടും. ആളെ കുടുക്കും വമ്പൻ എന്നാണ് ഞാൻ ഈ കവിതയ്ക്ക് ഇടുന്ന പേര്. ഇതുപോലെ നിങ്ങളും ഓരോരോ പേരുകൾ നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും പേര് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തുടർന്ന് വരുന്ന എല്ലാ പാഠങ്ങളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോകൾ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 3ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.